ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ മിഷൻ PSC. ഞാൻ ശ്രീജാസി സുന്ദർ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ കാർഷിക കാലങ്ങളെ കുറിച്ചാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണിത്. എല്ലാ എക്സാമിനും ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്ത്യയിലെ കാർഷിക കാലങ്ങൾ. ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്ന ഒരു ബോക്സാണിത്. ഈ ഒരു ബോക്സിൽ നിന്ന് തന്നെയാണ് എപ്പോഴും PSC ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു ബോക്സിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇന്ത്യയിലെ കാർഷിക കാലങ്ങൾ എന്ന് പറയുമ്പോൾ അത് പ്രധാനമായും 3ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. എന്താണ്? ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന കാലത്തിന്റെ അടിസ്ഥാനത്തിൽ 3 കാർഷിക കാലങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഖാരിഫ്, റാബി, സൈദ്. ഏതൊക്കെയാണ്? ഖാരിഫ്, റാബി, സൈദ്. ഇതിൽ ഖാരിഫ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ മൺസൂൺ കാലാവസ്ഥയിൽ കൃഷി ചെയ്യുന്ന വിളകളാണ്. എന്താണ്? ഇന്ത്യയിൽ മൺസൂൺ കാലാവസ്ഥയിൽ കൃഷി ചെയ്യുന്ന വിളകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഖാരിഫ് എന്ന് പറയുന്നത്. ഇനി എപ്പോഴാണ് ഈ വിളവ് ഇറക്കുന്നത്? ജൂൺ മാസത്തിലാണ്. അതായത് മൺസൂണിന്റെ ആരംഭത്തിലാണ് കേട്ടോ. മൺസൂണിന്റെ ആരംഭത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഖാരിഫ് വിളകൾ വിളവിറക്കുന്നത്. ഇനി എപ്പോഴാണ് വിളവെടുപ്പ് കാലം എന്ന് പറയുന്നത്? നവംബർ ആദ്യവാരത്തിലാണ്. എപ്പോഴാണ്? നവംബർ ആദ്യവാരത്തിൽ. അതായത് മൺസൂണിന്റെ അവസാനമാണ് വിളവെടുപ്പ് കാലം എന്ന് പറയുന്നത്. അപ്പോൾ മൺസൂണിന്റെ ആരംഭത്തിൽ വിളവിറക്കുകയും മൺസൂണിന്റെ അവസാനത്തിൽ വിളവെടുക്കുകയും ചെയ്യുന്ന ഒരു കാർഷിക വിളയാണ് എന്തെന്ന് പറയുന്നത്? ഖാരിഫ് വിള എന്ന് പറയുന്നത്. ഖാരിഫ് വിള എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഖാരിഫ് വിളകൾ എന്ന് നോക്കാം. നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല. ഏതൊക്കെയാണ്? നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല. ഇതെല്ലാം ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഉദാഹരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ PSC ഇത് തന്നെയായിരിക്കും ചോദിക്കുന്നുണ്ടാവുക കേട്ടോ. ഈ ഒരു ഭാഗം നന്നായി തന്നെ പഠിച്ചു വെക്കുക. അപ്പോൾ മൺസൂണിന്റെ ആരംഭത്തിൽ വിളവിറക്കുകയും മൺസൂണിന്റെ അവസാനം വിളവെടുപ്പ് നടക്കുകയും ചെയ്യുന്ന ഒരു കാർഷിക വിളയാണ് ഖാരിഫ് വിളകൾ എന്ന് പറയുന്നത്. അടുത്തത് റാബിയാണ് കേട്ടോ. റാബി എപ്പോഴാണ് കൃഷി ചെയ്യുന്നത്? ശൈത്യകാലങ്ങളിലാണ്. എപ്പോഴാണ്? ശൈത്യകാലത്ത് കൃഷി ചെയ്യുന്ന ഒരു വിളയാണ് റാബി വിള എന്ന് പറയുന്നത്. അതായത് നവംബർ മധ്യത്തിലായിരിക്കും റാബിയുടെ വിളവിറക്കൽ കാലം എന്ന് പറയുന്നത്. എപ്പോഴാണ്? നവംബർ മധ്യത്തിലാണ്. ഇനി എപ്പോഴാണ് വിളവെടുപ്പ് നടക്കുന്നത്? വേനലിന്റെ ആരംഭത്തിലാണ്. എപ്പോഴാണ് വേനൽ ആരംഭിക്കുക? മാർച്ച് മാസത്തിലാണ് അല്ലെ. അപ്പോൾ മാർച്ച് മാസത്തിലാണ് വിളവെടുപ്പ് കാലം എന്ന് പറയുന്നത്. അപ്പോൾ വിളവിറക്കുന്നത് നവംബർ മധ്യത്തിലും വിളവെടുപ്പ് നടക്കുന്നത് മാർച്ച് മാസത്തിലുമാണ്. മാർച്ച് മാസത്തിലുമാണ്. ഇനി പ്രധാനപ്പെട്ട റാബി വിളകൾ ഏതൊക്കെയാണ്? ഗോതമ്പ്, പുകയില, കടുക്, പയറുവർഗ്ഗങ്ങൾ. ഏതൊക്കെയാണ്? ഗോതമ്പ്, പുകയില, കടുക്, പയറുവർഗ്ഗങ്ങൾ. അതുപോലെ തന്നെ മരച്ചീനിയും ബാർലിയും ഇതിൽ പെടുന്നതാണ് കേട്ടോ. മരച്ചീനിയും ബാർലിയും ഏതു തരം വിള തന്നെയാണ്? റാബി വിള തന്നെയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട റാബി വിളകൾ ഏതൊക്കെയാണ്? ഗോതമ്പ്, പുകയില, കടുക്, പയറുവർഗ്ഗങ്ങൾ, മരച്ചീനി, ബാർലി. അടുത്തത് സൈദ് വിളയാണ്. സൈദ് വിള എപ്പോഴാണ് വിളവിറക്കുന്നത്? വേനലിന്റെ ആരംഭത്തിലാണ്. എപ്പോഴാണ്? അതായത് മാർച്ച് മാസത്തിലാണ്. വേനലിന്റെ ആരംഭത്തിൽ, അതായത് മാർച്ച് മാസത്തിലാണ് സൈദ് വിള വിളവിറക്കുന്നത്. ഇനി എപ്പോഴാണ് വിളവെടുപ്പ് നടക്കുന്നത്? മൺസൂണിന്റെ ആരംഭത്തിൽ, അതായത് ജൂൺ മാസത്തിലാണ് കേട്ടോ. ജൂൺ മാസത്തിലാണ് വിളവെടുപ്പ് കാലം എന്ന് പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട സൈദ് വിളകൾ ഏതൊക്കെയാണ്? പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് കേട്ടോ. പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പ്രധാനപ്പെട്ട സൈദ് വിളകൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് തണ്ണിമത്തൻ, വെള്ളരി, മത്തൻ, കുമ്പളം എന്നൊക്കെ പറയുന്നത് എന്താണ്? സൈദ് വിളയാണ് കേട്ടോ. ഈ സൈദ് വിളയുടെ പ്രത്യേകത എന്താണ്? ഇതൊരു ഇടക്കാല കൃഷിരീതിയാണ്. സൈദ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇടക്കാല കൃഷിരീതിയാണ്. അതായത് ഖാരിഫ്, റാബി വിളവെടുപ്പിന് ശേഷം നടത്തുന്ന ഒരു ഇടക്കാല കൃഷിയാണ് എന്തെന്ന് പറയുന്നത്? സൈദ് വിള എന്ന് പറയുന്നത്. ഈ സൈദ് വിളകൾ പൊതുവെ എന്തായിരിക്കും? പഴങ്ങളും പച്ചക്കറികളും ആയിരിക്കും. ഏതൊക്കെ പഴങ്ങളാണ്? തണ്ണിമത്തൻ, വെള്ളരി, മത്തൻ, കുമ്പളം. ഇതൊക്കെ എന്താണ്? സൈദ് വിളയാണ്. ഈ സൈദ് വിള എപ്പോഴാണ് വിളവിറക്കുന്നത്? മാർച്ച് മാസത്തിലാണ്. എപ്പോഴാണ് വിളവെടുക്കുന്നത്? ജൂൺ മാസത്തിലാണ്.
അപ്പോൾ പ്രധാനമായും കൃഷി ചെയ്യുന്ന കാലത്തിന്റെ അടിസ്ഥാനത്തിൽ 3 കാർഷിക കാലങ്ങളാണ് ഉള്ളത്. ഖാരിഫ്, റാബി, സൈദ്. ഇതിൽ ഖാരിഫ് വിള എന്ന് പറയുന്നത് മൺസൂൺ കാലാവസ്ഥയിലുള്ള വിളയാണ്. റാബി എന്ന് പറയുന്നത് ശൈത്യകാലത്ത് മാത്രം ചെയ്യുന്ന ഒരു വിളയാണ്. ഇനി സൈദ് എന്ന് പറയുന്നത് എന്താണ്? ഇടക്കാല കൃഷി രീതിക്ക് ഉപയോഗിക്കുന്നതാണ്. അതായത് റാബി, ഖാരിഫ് വിളകൾക്ക് ശേഷം നടത്തുന്ന ഇടക്കാല കൃഷിക്കാണ് എന്തുപയോഗിക്കുന്നത്? സൈദ് വിള ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ പോയിന്റ്സും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ടേബിൾ വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നന്നായി തന്നെ പഠിക്കുക, ആത്മാർത്ഥമായി തന്നെ പഠിക്കുക കേട്ടോ. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.